കഴിഞ്ഞ ദിവസം ഒരു UPSCയുടെ എക്സാം നടന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും. കന്നഡ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അത്. കന്നഡയിലായിരുന്നു ആ എക്സാം നടന്നത്. നമ്മുടെ LP UPയുടെ അതേ സിലബസ് പ്രകാരമുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ചോദ്യപേപ്പർ ഒന്നെടുക്കും. UPSCയുടെ കഴിഞ്ഞ ദിവസം ചോദിച്ച ആ ചോദ്യപേപ്പർ എടുക്കുന്നു. അതിലെ 15 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഏറ്റവും വൃത്തിയായി പഠിക്കും, നിർത്തും. ഇനി വരാൻ പോകുന്ന LP UP എക്സാമുകൾ എഴുതുന്ന എല്ലാവർക്കും ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ പ്രയോജനമായിരിക്കും. കൃത്യമായും നോട്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കന്നഡയിൽ നടന്ന ഒരു എക്സാം ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ മീഡിയം കന്നഡയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം കന്നഡയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. അത് വായിക്കാമെന്നല്ല, കാണാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ മാത്സ് ആയതുകൊണ്ട് ചോദ്യം ഇതാണെന്ന് ഏകദേശം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഉദ്ദേശിച്ചത് ഇന്നതായിരിക്കുമെന്ന്. അപ്പോൾ ചിലതൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇത് കന്നഡ അറിയാവുന്ന കുറച്ച് ആളുകളെ വിളിച്ച്, അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതിയ കുറച്ച് ആളുകളെ വിളിച്ച് അവരെയും കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ മലയാളത്തിലാക്കിയിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും ഈ മലയാളത്തിലാക്കിയതിൻ്റെ അകത്തോ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങളെല്ലാവരും ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ഒഫീഷ്യൽ ട്രിക് ടേണിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന LDC LP UP പരീക്ഷകൾക്കൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ ചെയ്യുന്നുണ്ട്. ടോപ്പിക്ക് തന്ന് വർക്കൗട്ട് ചോദ്യങ്ങൾ തരിക, മോഡൽ എക്സാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യുന്നിടത്ത് ട്രിക് ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്റർ സെർച്ച് ചെയ്യുക. TRIG സ്പേസ് ഇട്ട് TUR. നിങ്ങൾക്ക് ആ ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ ചോദ്യപേപ്പറിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ UPSCയുടെ ആ ചോദ്യപേപ്പർ. 2024 ഏപ്രിൽ 5-ാം തീയതി നടന്ന പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ കോഡ് ഇതാണ്. ചോദ്യം നമ്പർ 1 പോകുന്നു. ചോദ്യം ഇങ്ങനെയാണ്: ക്ലോക്കിൽ സമയം 9 എങ്കിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ. ക്ലോക്കിൽ സമയം മക്കളെ 9 മണി. മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് കാണാനാണ് പറയുന്നത്. മക്കളെ, കോണളവ് കണ്ടുപിടിക്കാൻ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലൊക്കെയുള്ള കോണളവ് കണ്ടുപിടിക്കാൻ പല മെത്തേഡുകളുണ്ട്. ക്ലോക്കിൻ്റെ പാർട്ട് 3ൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ കേസുകളും. ഇവിടെ വളരെ സിമ്പിളായ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നത് കൃത്യം മണിക്കൂറാണ്. ഇങ്ങനെ കൃത്യം മണിക്കൂറാണ് കോണളവ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മണിക്കൂറിനെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 9 മണി എന്ന് പറയുന്നത് കൃത്യം മണിക്കൂറാണ്. 9 മണിക്ക് പകരം 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണി, 1 മണി, ഇങ്ങനെ കറക്റ്റ് മണിക്കൂറാണ്. തന്നിരിക്കുന്ന മണിക്കൂറിനെ 30 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടും. 270 എന്ന് നമുക്ക് വന്നു. ഇനി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ. ഒരു സമയത്തിന് 2 രീതിയിലുള്ള കോണുകൾ ഉണ്ടാവും. നിങ്ങൾ എല്ലാ സമയവും നോക്കിയാൽ മതി. സൂചിക്കടയിൽ ഇങ്ങനെയും ഒരു കോണ് നോക്കാം, ഇങ്ങനെയും നോക്കാം. വലിയ കോണും ഉണ്ടാവും, ചെറിയ കോണും ഉണ്ടാവും. മിക്കവാറും പരീക്ഷകളിൽ ചെറിയ കോണാണ്, എടുത്തു പറയുന്നില്ല എങ്കിൽ ചെറിയ കോണാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻ കേസ് നമുക്ക് കിട്ടിയ ആൻസർ 180 കൂടുതലാണെങ്കിൽ അത് വലിയ കോണാണ്. അവരെ ചെറിയ കോണാക്കാൻ 360 നിന്ന് കുറയ്ക്കണം. ഇവിടെ 180 കൂടുതലാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് 360 നിന്ന് 270 കുറച്ച് നമുക്ക് പറയാം 90 ഡിഗ്രി.
മക്കളെ, മിക്കവാറും PSC പരീക്ഷകളിൽ വരുന്ന കോണളവ് ഈ 90 ഡിഗ്രിയാണ്. ചെറിയ കോണാണ്, വലിയ കോണും വരാറുണ്ട്. ഇവിടെ കണ്ടോ, ഓപ്ഷൻ രാത്തിൽ 270 ഡിഗ്രിയുമുണ്ട്, 90 ഡിഗ്രിയുമുണ്ട്. അപ്പൊ ഈ ചോദ്യം മിക്കവാറും ഏത് കോണാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ സാധാരണ പരീക്ഷകളിൽ നമ്മൾ ചെറിയ കോണായിട്ട് എടുക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ രണ്ട് കോണുകളും ഉണ്ട്, 90 ഡിഗ്രിയും ഉണ്ട്, 270 ഉണ്ട്. അപ്പം മിക്കവാറും ഈ ചോദ്യം ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണ്. അപ്പൊ ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. ക്ലോക്കിൽ സമയം 9 മണി. മക്കളെ, 9 മണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 2 സൂചിയും ഒരിടത്താണ്. കൃത്യമായ ഒരു മണിക്കൂറാണ്. 3 മണി, 4 മണി, 5 മണി, 7 മണി, 10 മണി, 9 മണി, ഇങ്ങനെ കറക്റ്റ് മണിക്കൂറാണ്. തന്നിരിക്കുന്ന മണിക്കൂറിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9 ഗുണം 30 270. 4 മണിയായിരുന്നു 4 ഗുണം 30. 2 മണിയാണ് 2 ഗുണം 30. 3 മണിയാണ് 3 ഗുണം 30. ഇനി 12 മണിയാണേലോ എന്ന് ചിന്തിക്കേണ്ട. 12 മണിക്ക് കോണളവില്ല, 2 സൂചി ഒരിടത്താ, 0യാ. 11 മണിയാണ് 11 ഗുണം 30. അപ്പൊ ഇവിടെ 9 മണിയാണ്, 9 ഗുണം 30 270 എന്ന് കിട്ടി. ഇനി നമുക്ക് കിട്ടിയ ആൻസർ 180 കൂടുതലാണെങ്കിൽ മാത്രം 360 നിന്ന് കുറയ്ക്കണം. കാര്യം മൊത്തം 360. ഇവിടെ 270 എന്ന് പറയുന്നത് 180 കൂടുതലാണ്. അതുകൊണ്ട് 360 നിന്ന് 270 കുറച്ച് 90. മക്കളെ, ഒരു സമയത്തിന് 2 കോണുകൾ ഉണ്ടാവും. 2 രീതിയിൽ നമുക്ക് ആംഗിളുകൾ എടുക്കാം. ചെറിയ കോണുമുണ്ട്, വലിയ കോണുമുണ്ട്. ഈ 270 എന്ന് പറയുന്നത് വലിയ കോണാണ്, 90 എന്ന് പറയുന്നത് ചെറിയ കോണാണ്. മിക്കവാറും പരീക്ഷകൾക്ക് ചെറിയ കോണാണ് ചോദിക്കുക, അത് 90 ആണ്. ഇവിടെ ഓപ്ഷൻ്റെ അകത്തിൽ 2 ഉണ്ട്. ഏതു കോൺ എടുക്കണം എന്ന് പറയുന്നില്ല. 90 270 മിക്കവാറും ഓപ്ഷൻ്റെ അകത്തിൽ ഇത് ഏതേലും ഒന്നേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ 2 വന്നു. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക മക്കളെ. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം 2023 ഏതോ ഒരു മെയിൻസ് എക്സാമിന് ഇങ്ങനെ ഇതുപോലെ 2 കോണുകളുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, 9 മണി എന്ന് പറയുന്ന സമയം നമ്മുടെയൊക്കെ ക്ലോക്കിൽ ഇങ്ങനെയായിരിക്കുന്നു. ചെറിയ സൂചി 9ലും വലിയ സൂചി 12ലും. ഓക്കെ, ഇങ്ങനെ 2 ആൻസറും ഉള്ള ചോദ്യങ്ങൾ അന്ന് ഒരു പരീക്ഷയ്ക്ക് വന്നു. പരീക്ഷയ്ക്ക് വന്നപ്പോൾ ഒരുപാട് പേര് എൻ്റെ ഓർമ്മയിൽ ഒരു ആൻസർ 175, ഒരു ആൻസർ 185. ചെറിയ കോൺ 175, വലിയ കോൺ 185. 175 കിട്ടിയവര് 185നെ ചാലഞ്ച് ചെയ്തു, 185 കിട്ടിയവരെ ഇപ്പുറത്തും ചാലഞ്ച് ചെയ്തു. അതായത് ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്ത് പോകണമെന്നുള്ള രീതിയിൽ. പക്ഷെ അവർ ആ ചോദ്യം ക്യാൻസൽ ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി ഇങ്ങനെ വരികയാണ്, മിക്കവാറും ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ്. 2 ഓപ്ഷനും വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവെന്നാണ് പറയുന്നത്. 2 ആൻസറും ഉണ്ടെങ്കിൽ മണിക്കൂർ സൂചി മുതൽ മിനിറ്റ് സൂചി വരെയുള്ള ആംഗിൾ ഏതാന്ന് നോക്കണം. ക്ലോക്ക് തിരിയുന്നത് പോലെ ഇവിടെ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ചെറിയ സൂചിയും മിനിറ്റ് സൂചി എന്ന് പറയുന്നത് വലിയ സൂചിയുമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ മണിക്കൂർ സൂചി മുതൽ മിനിറ്റ് സൂചി വരെ ദേ കണ്ടോ ഈ ആംഗിൾ, ഇതെന്തായാലും ചെറുതാണ്. നമുക്ക് പറയാം അത് 90 ഡിഗ്രിയാണ്. ഓക്കെ ആണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. ഇതിന് പ്രോപ്പറായി അങ്ങനെ എടുക്കാവോ, എല്ലായ്പ്പോഴും അങ്ങനെ വരുമോ എന്നൊക്കെയുള്ള ചിന്തകളും സംശയങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇനിയും 2 ആൻസർ വരുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ എടുത്തേക്കുക. കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ അകത്തിൽ ഡയറക്റ്റ് ആയിട്ട് പറയണം. അങ്ങനെയും PSC ഡയറക്റ്റ് ചോദിച്ചിട്ടുമുണ്ട്. ഘടികാര ദിശയിൽ മിനിറ്റ് സൂചി മുതൽ മണിക്കൂർ സൂചി വരെ എന്നുള്ള രീതിയിൽ തന്നെ പറയണം.
ഇവിടെ ഒന്നും പറയുന്നില്ല എങ്കിൽ ഈ ചോദ്യം പൂർണ്ണമായും 2 ആൻസറും ഉണ്ട്. രണ്ടും അപ്പൊ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനുള്ള സാധ്യത തന്നെയാണ്. പക്ഷേ എങ്ങാണം നിങ്ങൾക്ക് ഇനിയും ആ ഒരു ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, അത് ക്യാൻസൽ ആക്കാത്തത് കൊണ്ട് നിങ്ങളോട് പറയുകയാണ്, എങ്ങാണം 2 ആൻസറും ഉണ്ട്, നമുക്കൊരു സാധ്യത കിടക്കണ്ട, അതായത് നമുക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പേടി കിടക്കണ്ട. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഏതാണോ രണ്ടും ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൂടെ നോക്കിയിട്ട് ആൻസർ ചെയ്ത്. ഇവിടെ ആദ്യം മണിക്കൂർ സൂചി മുതൽ മിനിറ്റ് സൂചിക്ക് ഇടയിൽ. അപ്പൊ മണിക്കൂർ സൂചി ഇതാണ്, ഇത് മുതൽ മിനിറ്റ് സൂചി. മണിക്കൂർ സൂചി മുതൽ മിനിറ്റ് സൂചി എന്ന് പറയുമ്പോൾ ക്ലോക്ക് ആയതുകൊണ്ട് ക്ലോക്ക് തിരിയുന്നത് പോലെ 90 കണ്ടോ ചേർന്ന്. ഇനി ഇതേ സ്ഥാനത്ത് ഇവിടെ ആദ്യം മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ മിനിറ്റ് സൂചി ഇത്, ആ മിനിറ്റ് സൂചി മുതൽ ക്ലോക്ക് തിരിയുന്നത് പോലെ മണിക്കൂർ സൂചി വരെ ഈ വലിയ കോൺ എടുക്കേണ്ടി വന്നേനെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രോപ്പറായ റൂളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരിക്കൽ ഈ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്ത് പോയില്ല. അതുകൊണ്ട് മാത്രം എങ്ങാണം 2 ഓപ്ഷൻ ഇതേപോലെ വരുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നുവാണ് ഏത് കൊടുക്കണമെന്നുള്ളത് ഈ ഒരു രീതിയിൽ കൂടെ നോക്കിക്കൊള്ളുക. 2-ലേതേലും ഒരു ഉത്തരവേ ഉള്ളെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ അപ്പൊ ഇവിടെ 90 വരാം, 270 വരാം. മിക്കവാറും ഈ ചോദ്യം ക്യാൻസൽ ആവും. 90 ചെറിയ കോണ്, വലിയ കോൺ 270. പിന്നെ ഒന്നും കൂടെ പ്രിസൈസ് ചെയ്ത് നമുക്കൊരു ആൻസർ വേണം എന്നുള്ളത് കൊണ്ട് ആദ്യം റൂളൊന്നുമല്ല, ആദ്യം മണിക്കൂർ പറഞ്ഞു, പിന്നെ മിനിറ്റ് പറഞ്ഞു ക്വസ്റ്റ്യൻ്റെ ആദ്യം. അപ്പം മണിക്കൂർ സൂചി ഇത് ചെറിയ സൂചി, മിനിറ്റ് സൂചി ഇത്, ക്ലോക്ക് ആയതുകൊണ്ട് ക്ലോക്ക് തിരിയുന്നത് പോലെ, അതൊക്കെ ചോദ്യം പറയേണ്ടതാ, എന്നാലും ക്ലോക്ക് തിരിയുന്നത് പോലെ നോക്കുമ്പോൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിക്കും ഇടയിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോണാ, ചെറിയ കോൺ. ചെറിയ കോൺ അത് 90. ഓക്കെ ആണ്, നന്നായിട്ട് മനസ്സിലായി. അടുത്ത ചോദ്യം ഇതാ, 250-ന്റെ 20% എത്ര? ഒന്നുമില്ല, വളരെ സിമ്പിളായ ചോദ്യം. 250-ന്റെ 20% കാണാൻ 250 ഗുണം 20/100. ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി. 25 ഗുണം 2 നമുക്ക് പറയാം 50. സെറ്റാണ് ഓപ്ഷൻ എ. ഇനി എങ്ങാനും നിങ്ങളോട് 250-ന്റെ 4% കാണാൻ പറഞ്ഞാൽ 250 ഗുണം 4/100. 250-ന്റെ 11% കാണാൻ പറഞ്ഞാൽ 250 ഗുണം 11/100. ഓക്കെ അല്ലേ? ശതമാനം എന്ന് പറഞ്ഞാൽ /100. അപ്പൊ ഇവിടെ 250-ന്റെ 20% കാണാൻ 250 ഗുണം ശതമാനമായതുകൊണ്ട് 20/100. ഇനി ഞാനൊരു ഷോർട്ട് കട്ട് മിക്കവാറും എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. 20% ഒക്കെ വന്ന കണ്ണും പൂട്ടി നമുക്ക് എഴുതാം. 250-ന്റെ 10% എന്ന് പറഞ്ഞാൽ 25. കാര്യം ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യാൽ മതി. അപ്പൊ 250-ന്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് 25. എടാ 10% 25. 20% 225. നമുക്ക് എല്ലാവർക്കും അറിയാം 50 ആണ് ഓപ്ഷൻ എ. 10% 25, 20% 225, 50. അടുത്ത ചോദ്യം, എ ഒരു ജോലി 60 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർത്താൽ എയും ബിയും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കും? ടൈം ആൻഡ് വർക്കിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ എ ഒരു ജോലി 60 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യും. ഓക്കെ ആണ്. അപ്പോ നമുക്ക് എയും ബിയും ചെയ്യുന്നതാണ് വേണ്ടത്. മക്കളെ, ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ്. വലിയ സംഖ്യ LCM കാണാനായിട്ട് കുറെ പേരെ ടൈം ആൻഡ് വർക്ക് പഠിപ്പിച്ചപ്പോൾ എളുപ്പവഴി പറഞ്ഞതാ. വലിയ സംഖ്യ 60, അവരെ 20 കൊണ്ട് ഹരിക്കാൻ പറ്റും, കുഞ്ഞു സംഖ്യയായ. അപ്പൊ ഇവിടുത്തെ LCM എന്ന് പറഞ്ഞാൽ 60. അതായത് ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് മക്കളെ 60. ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇവിടുത്തെ ജോലി, എ ഒരു ജോലി 60, ബി ഒരു ജോലി 20. അപ്പൊ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM ആണ്. തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM 60. ഇനി 60 ആവാൻ നമുക്ക് എല്ലാവർക്കും അറിയാം 1 കൊണ്ട് ഗുണിക്കണം. എയുടെ കഴിവ് 1. 20 ആവാൻ നമുക്ക് എല്ലാവർക്കും അറിയാം 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ബിയുടെ കഴിവ് 3. അപ്പൊ എയുടെ കഴിവ് 1, ബിയുടെ കഴിവ് 3. നമ്മളോട് ചോദിച്ചേക്കുന്നു എയും ബിയും ചേർന്ന ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യും?
മക്കളെ, സമയം കാണാൻ ടൈം ആൻഡ് വർക്ക് പഠിച്ച എല്ലാവർക്കും അറിയാം, വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ് സമയം കാണാൻ. ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. ജോലി മക്കളെ ഇവിടെ 60, അതിലും മാറ്റമില്ല. എ ചെയ്താലും ബി ചെയ്താലും എയും ബിയൂടെ ചെയ്താലും നമ്മൾ പോയി ചെയ്താലും ജോലി 60. ഇനി കഴിവിന്റെ സ്ഥാനത്ത് എയും ബിയും ഒരുമിച്ച് ചെയ്യുമായതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും കൂടെ കഴിവ്, എയുടെ കഴിവ് 1, ബിയുടെ കഴിവ് 3, രണ്ടുപേരുടെ കഴിവ് 4. 60/4 നമുക്ക് പറയാം 15. സെറ്റാണ് ഓപ്ഷൻ ഡി. ഇതിന്റെ പിന്നിലുള്ള കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഇവിടെ തീരേണ്ട ജോലി 60 ആണ്. എയെ ഒറ്റയ്ക്ക് വിട്ടാൽ ഒരു ദിവസം ഒരു ജോലി ചെയ്യും, 2 ദിവസം 2 ജോലി, അങ്ങനെ പോകും. ബിയെ ഒറ്റയ്ക്ക് വിട്ടാൽ ഒരു ദിവസം 3 ജോലി ചെയ്യും. അപ്പൊ എയും ബിയും കൂടെ വിട്ട എ ഒരു ദിവസം 1 ജോലി, ബി ഒരു ദിവസം 3 ജോലി, അങ്ങനെ മൊത്തം ഒരു ദിവസം 4 ജോലി ചെയ്യും. അപ്പൊ ആകെ തീരേണ്ടത് 60 ജോലിയാ. ഒരു ദിവസം 4 വെച്ച് 60 തീർക്കാൻ 60/4 15. ഓക്കെ ആണ്. അപ്പൊ ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിക്കും. എയും ബിയും ചേർന്നു ചെയ്യുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. സമയം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം, വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. എപ്പോഴും സമയം കാണാൻ ജോലി ഡിവൈഡഡ് ബൈ കഴിവാണ്. ഇവിടെ എ ഒരു ജോലി 60 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്യും. അപ്പൊ മക്കളെ, ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും തന്നിരിക്കുന്ന സമയങ്ങളുടെ LCM 60, 20. LCM മക്കളെ 60 തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ജോലി 60 ആണ്. ഇനി 60 ആവാൻ നമുക്കെല്ലാവർക്കും അറിയാം, 1 കൊണ്ട് ഗുണിക്കണം. എയുടെ കഴിവ് 1. 20 ആവാൻ നമുക്കെല്ലാവർക്കും അറിയാം, 3 കൊണ്ട് ഗുണിക്കണം. ബിയുടെ കഴിവ് 3. അപ്പൊ എയുടെ കഴിവ് 1, ബിയുടെ കഴിവ് 3. അപ്പൊ എയുടെയും ബിയുടെയും കൂടെ കഴിവ് 1, 3, 4. അപ്പൊ ഇവര് രണ്ടുപേരും ചെയ്യുന്ന സമയം കാണാൻ ആകെ ജോലിയായ 60 രണ്ടുപേരും ചെയ്യുന്ന സമയമായതുകൊണ്ട് രണ്ടുപേരുടെയും കൂടെ കഴിവായ 4. അങ്ങനെ നമുക്ക് കിട്ടും 15. ഓക്കെ ആണോ? പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് വളരെ സിമ്പിളായ ചോദ്യമായതുകൊണ്ട് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ XY ഡിവൈഡഡ് ബൈ X+Y എന്ന് പറയുന്ന ഒരു ഇക്വേഷനും ഉപയോഗിക്കാം. ഞാൻ പൊതുവെ ഇത് പ്രോത്സാഹിപ്പിക്കത്തില്ല. കാര്യം 1, 2, 3 ക്വസ്റ്റ്യനൊക്കെ ഈ പാറ്റേൺ പറ്റും. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ സാധനമൊക്കെ ഒന്ന് മാറിപ്പോയാൽ ഈ ഇക്വേഷൻ നടക്കണമെന്നില്ല. ഇപ്പം ഇത് വളരെ സിമ്പിളായ ചോദ്യം. എ ഒരു ബി, എ എത്ര, ബി എത്ര, എയും ബിയും. അപ്പൊ എ ചെയ്യുന്ന സമയം നമുക്കറിയാം 60, ബി ചെയ്യുന്ന സമയം നമുക്കറിയാം 20. എയും ബിയും ചെയ്യുന്ന സമയം കാണാൻ XY ഡിവൈഡഡ് ബൈ X+Y. 60 × 20 ഡിവൈഡഡ് ബൈ 60 + 20 80. എയുടെ സമയം X, ബിയുടെ സമയം Y. XY ഡിവൈഡഡ് ബൈ X+Y ചെയ്ത എയുടെയും ബിയുടെയും കൂടെ സമയം നമുക്ക് കിട്ടും. 60 × 20 ബൈ 60, 20 കൂടെ കൂട്ടി 80. ഈ 0 ഈ 0 പോയി. 4 വെച്ച് വെട്ടിയാൽ ഇത് 2, ഇത് 5, ഇത് 3. അപ്പോഴും നമുക്ക് 15 തന്നെ കിട്ടും. പ്രോപ്പറായി ടൈം ആൻഡ് വർക്കിന്റെ ഞാൻ ആദ്യം പറഞ്ഞ ആ കൺസെപ്റ്റ് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ക്വസ്റ്റ്യനിൽ എന്ത് ട്വിസ്റ്റ് വന്നാലും ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പോരും. ഇതാകുമ്പോൾ എപ്പോഴും ഇക്വേഷൻ പഠിക്കേണ്ടി വരും. ഓക്കെ ആണ്? പ്രോപ്പറായി ടൈം ആൻഡ് വർക്കിന്റെ പാർട്ട് 1 ഞാനിത് ഡീറ്റെയിൽ ആയി പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. 5, 10, 15 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുക എത്ര? മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ n/2 × 2a + n - 1 × d ആണ്. ഒന്നുകൂടെ പറയുന്നു. ഒരു സമാന്തര ശ്രേണിയുടെ കുറെ പദങ്ങളുടെ തുക കാണാൻ n/2 × 2a + n - 1 × d. ഇവിടെ ഒരു സമാന്തര ശ്രേണി തന്നു 5, 10, 15. ആ ശ്രേണിയുടെ 10 പദങ്ങൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ആ ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ
n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര പദം ഉണ്ടോ അത് 10. ഇനി a എന്ന് പറഞ്ഞാൽ ആദ്യ പദം ക്വസ്റ്റ്യൻ്റെ അകത്തിൽ തന്നെ ഉണ്ട് 5. a ആദ്യ പദം. d എന്ന് പറഞ്ഞാൽ എല്ലാ സമാന്തര ശ്രേണിക്കും ഒരു പൊതു വ്യത്യാസം ഉണ്ടാവും. ആ പൊതു വ്യത്യാസം ഇവിടെ 5 10 10 15 ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5 തന്നെയാണ്. കാര്യം 5 വീതം കൂടി പോവുകയാണ്. 5 10 15. ഇനി എങ്ങാണം നിങ്ങൾക്ക് പൊതുവ്യത്യാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക. 10ൽ നിന്ന് 5 പോയി 5. അല്ലെ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. 4ൽ നിന്ന് 3 കുറയ്ക്കുക. അതായത് എവിടുന്ന് വേണേലും നിങ്ങൾക്ക് തൊട്ട് മുമ്പിലത്തേതിൽ നിന്ന് തൊട്ട് പുറകിലത്തേത് കുറയ്ക്കുക. എപ്പോഴും അത് സെയിം ആയിരിക്കും. 10ൽ നിന്ന് 5 പോയി 5, 15ൽ നിന്ന് 10 പോയാലും 5. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം 5. ഇനി അതിനകത്തിടുക n/2. 10/2 ഇൻറ്റു 2a. എന്ന് പറഞ്ഞാൽ ആദ്യ പദം. അപ്പൊ 2a എന്ന് പറഞ്ഞാൽ 1a 5, 2a 10 പ്ലസ് n-1. n എന്ന് പറഞ്ഞാൽ 10, 10ൽ നിന്ന് 1 പോയാൽ 9 ഗുണം d എന്ന് പറയുന്നത് 5. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ആദ്യം അങ്ങ് ചെയ്യാം. ബോഡ്മാസ് റൂൾ പ്രകാരം 10 പ്ലസ് 9 ഗുണം 5. സൈഡിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി കാണിച്ച. ഈ ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. ബോഡ്മാസ് റൂൾ പ്രകാരം പ്ലസ് ഇൻറ്റു വന്ന ആദ്യം ഇൻറ്റു 9 ഗുണം 5 45, 10 45 കൂട്ടിയ 55. 10/2 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്തിൽ വരുന്ന 55. 10ഉം 2 വെട്ടിയ 1 2 2 ഇത് 5. 55 ഗുണം 5, 50 ഗുണം 5 250, 5 5 25. നമ്മുടെ ഉത്തരം 275 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്, മുമ്പോട്ട് പോകാം. അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? പദങ്ങളുടെ തുകയാണ് വേണ്ടിയത്. മക്കളെ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും ഇത്തര പദങ്ങളുടെ തുക കാണാൻ ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അതിൽ n എന്ന് പറയുന്നത് എണ്ണം 10, a എന്ന് പറയുന്നത് ആദ്യ പദം 5, d എന്ന് പറയുന്നത് എല്ലാ സമാന്തര ശ്രേണിക്കും ഒരു പൊതു ഗ്യാപ്പ് ഉണ്ട്, അതിവിടെ 5. d കാണാൻ എപ്പോഴും മുമ്പിലത്തേതിൽ നിന്ന് പുറകിലത്തേത് കുറയ്ക്കാം. 10ൽ നിന്ന് 5, 15ൽ നിന്ന് 10 5. അതിട്ട് കൊടുത്തു, ഉത്തരവായി. ഇനി UPയുടെ LPയുടെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, മക്കളെ, നമ്മുടെ സിലബസിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടില്ല. പക്ഷെ അതൊന്ന് പഠിച്ചിട്ട് പോയാൽ നല്ലതായിരിക്കും. ഇവിടെയും ചോദ്യം വന്നു. മിക്കവാറും നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ആദ്യത്തെ പാഠം സമാന്തര ശ്രേണിയാണ്, അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതില്ലാത്ത PSC പരീക്ഷകൾ പ്രത്യേകിച്ച് 2020 ശേഷം വളരെ അപൂർവമാണ്. അപ്പൊ ഈ സ്കൂൾ ടെക്സ്റ്റ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാള് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എടുക്കുമ്പോൾ ആദ്യം കണ്ണിപ്പിടിക്കുന്ന സാധനം അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ അരിതമെറ്റിക് പ്രോഗ്രഷൻ ഒന്ന് പഠിക്കണം. സിലബസിൽ ഇല്ലാന്ന് കരുതി വിട്ടുകളയിൽ പഠിച്ചാൽ ഉറപ്പായിട്ടും നല്ലതായിരിക്കും, മിക്കവാറും വരും. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. ഒരു കച്ചവടക്കാരൻ 5200 രൂപയ്ക്ക് ഒരു സാരി വിറ്റപ്പോൾ 30% ലാഭം കിട്ടി എങ്കിൽ സാരിയുടെ വാങ്ങിയ വില എത്രയാണ് എന്നതാണ് ചോദ്യം. മക്കളെ, നമ്മൾ വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 100%. ഇനി ഇയാൾ ഇത് വിറ്റപ്പം 30% ലാഭം കിട്ടി. അപ്പൊ വിറ്റത് 130%. 30% നഷ്ടത്തിലാണ് വിറ്റതെങ്കിൽ വിറ്റത് 70%. കാര്യം വിൽക്കുമ്പം മുടക്കിയ 100 കിട്ടിയില്ല, 30 നഷ്ടത്തിലായി, 70. 30% ലാഭമാണ്. നമ്മൾ മുടക്കിയ 100 കിട്ടും, പിന്നെ 30 ലാഭമായിട്ടും കിട്ടും. 130 വിൽക്കുന്നേ. അപ്പം മുടക്കുന്ന പൈസ എപ്പോഴും, വാങ്ങിയ വില എപ്പോഴും 100%. 10% ലാഭത്തിൽ വിറ്റാൽ വിറ്റത് 110%.
20% ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില 120%, 5% നഷ്ടത്തിൽ വിറ്റാൽ വിറ്റ വില 95%, 20% നഷ്ടത്തിൽ വിറ്റാൽ വിറ്റ വില 80%. ഇനി ഇവിടേക്ക് വാ. ഒരു കച്ചവടക്കാരൻ 5200 രൂപയ്ക്ക് സാരി വിറ്റപ്പോ 30% ലാഭം കിട്ടി. നമ്മൾ മനസ്സിലെടുത്തു, എടാ നമ്മളുടെ വാങ്ങിയ വില മുടക്കിയ പൈസ 100%. ഇത് വിറ്റപ്പം 30% ലാഭമായത് കൊണ്ട് വിറ്റ പൈസ 130%, വാങ്ങിയ പൈസ 100%, വിറ്റ പൈസ 130%. ഇതിലേതേലും ഒരെണ്ണം തരും. എടാ വിറ്റ പൈസ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ എഴുതും, എടാ വിറ്റ വില 130%, അത് നമ്മുടെ കയ്യിലുണ്ട് 5200. വാങ്ങിയ പൈസ 100%, അതെത്രാന്നറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സാധനം നേരെ എടുത്ത് ക്രോസ് ചെയ്താൽ ഉത്തരമാവും. ക്രോസ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇവിടെ 2 പേര്, ഇവിടെ ഒരാള്. 2 പേരുള്ളത് എല്ലാ ക്രോസിങ്ങിലും മേളിൽ എഴുതുക. ഇവിടെ 2 പേര്. 100 ഗുണം 5200 ബൈ ഒരെണ്ണം ഉള്ളത് താഴെ. ഇതിവിടെ 1 ഉള്ളത് താഴെ. ഈ പൂജ്യവും ഈ പൂജ്യവും പോയി. ഇനി 52ഉം 13ഉം 13 കൊണ്ട് വെട്ടാം. 1 13 13 13 4 52. 13 26 39 52. 520 ഒരു 0 40. 40 ഗുണം 100 നമുക്ക് പറയാം 4000. ഒന്നൂടെ മക്കളെ, വാങ്ങിയ വില എപ്പോഴും 100%. ഇത് 30% ലാഭത്തിൽ വിറ്റത് കൊണ്ട് വിറ്റ വില 130%. വാങ്ങിയ വിലയാണ് നമുക്ക് തരുന്നതെങ്കിൽ 100%ത്തിന് നേരെ കൊടുക്കും. വിറ്റ വിലയാണ് തരുന്നതെങ്കിൽ 130%ത്തിന് നേരെ കൊടുക്കും. ഇവിടെ വിറ്റ വില തന്നു 5200. അപ്പൊ 130%ത്തിന് നേരെ വന്നു 5200. വാങ്ങിയ വില 100%. അതെത്ര എന്ന് കണ്ടുപിടിക്കണം. ഇത് ഈ ഓർഡറിൽ തന്നെ എഴുതണമെന്നൊന്നുമില്ല. ചിലർ വായിക്കുമ്പോൾ 5200 130% എന്ന് മനസ്സിലാവും. 130% 5200. 100% എത്ര, ക്വസ്റ്റ്യൻ മാർക്ക്. അവനവന്റെ നേരെ കൊടുക്കണമെന്നേ ഉള്ളൂ. ഈ സാധനം ക്രോസ് ചെയ്യാം. മക്കളെ, ഇവിടെ 2 പേര്, ഇവിടെ ഒരാള്. 2 പേരുള്ളത് ഗുണിക്കുക. 100 ഗുണം 5200 ബൈ ഒരെണ്ണം ഉള്ളത് ഹരിക്കുക 130. ഏത് ക്രോസിങ്ങിൽ 2 എണ്ണം ഉള്ളത് ഗുണിച്ച് മേളിൽ എഴുതുക. ഒരെണ്ണം ഉള്ളത് താഴെ കൊടുക്കുക. സിമ്പിളാണ് മക്കളെ. ഈ പൂജ്യവും ഈ പൂജ്യവും പോയി. മക്കളെ 13 4 52. 520 ആകുമ്പോൾ ഒരു 0. 40 ഗുണം 100. നമ്മുടെ ഉത്തരം 4000. ഇനി എൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്കറിയാം, ഇങ്ങനെ ചിന്തിക്കാനും മതി. 130 520 ആവാൻ 4. അപ്പൊ 5200 ആവാൻ 40. ഇതേ 40 തന്നെ മേളി ഗുണിച്ചാലും അപ്പൊ കാണാം 4000. ഇതെല്ലായ്പ്പോഴും പറ്റണമെന്നില്ല. ഈ മെത്തേഡിലും ഈ കൺസെപ്റ്റിലുമാണ് കാര്യം. ഇത് പക്കയാണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് 9ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ 9 എന്ന് പറയുന്ന സംഖ്യയുടെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? അപ്പൊ മക്കളെ, ഇത് കേട്ട് പേടിക്കണ്ട. ഗുണിതം എന്ന് പറഞ്ഞാൽ 9ന്റെ പട്ടിക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 9ന്റെ ആദ്യത്തെ ഗുണിതം 9. 9ന്റെ രണ്ടാമത്തെ ഗുണിതം 18. അങ്ങനെ പോയി 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 9ന്റെ അഞ്ചാമത്തെ ഗുണിതം 9 ഗുണം 5 45. ഇത് എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം 9 18 27 36 45. അപ്പൊ അതിൻ്റെ നടുക്കത്തെ ആളെ എടുത്താൽ മതി. അപ്പൊ ഇതിന്റെ പ്രോപ്പർ രീതിയാണ് ഞാൻ ഈ പറയുന്നത്. 9ന്റെ ആദ്യത്തെ ഗുണിതം 9. 9ന്റെ രണ്ടാമത്തെ ഗുണിതം 18. അങ്ങനെ പോയി 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 9ന്റെ അഞ്ചാമത്തെ ഗുണിതം എന്ന് പറയുന്നത് 9 ഗുണം 5 45. ഓക്കെ ആണ്. ഇനി 7ാമത്തെ ഗുണിതമാണ് 9 ഗുണം 7 63. 10ാമത്തെ ഗുണിതമാണ് 9 ഗുണം 10 90. ഇതാണ് 9ന്റെ 5 ഗുണിതങ്ങൾ. മക്കളെ, ഇവരുടെ ശരാശരി വേണം.
മക്കളെ, നമ്മൾ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണെങ്കിൽ അവരുടെ ശരാശരി കാണാൻ നടുക്കത്തെ സംഖ്യ എടുത്താൽ മതി. ഈ നടുക്കത്തെ സംഖ്യ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയോടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ആദ്യത്തെ സംഖ്യ 9, അവസാനത്തെ സംഖ്യ 45. ഇത് രണ്ടോടെ കൂട്ടിയിട്ട് പകുതി. 9 45 കൂട്ടുമ്പോൾ 54. 54ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 27. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 27. ഒന്നൂടെ 9ന്റെ ആദ്യത്തെ ഗുണിതം 9, 9ന്റെ രണ്ടാമത്തെ ഗുണിതം 18, 9ന്റെ മൂന്നാമത്തെ ഗുണിതം 27. അങ്ങനെ പോയി 9ന്റെ അഞ്ചാമത്തെ ഗുണിതം 9 ഗുണം 5 45. ഇവരുടെ ശരാശരി വേണം. നമ്മൾ പഠിച്ചു ഒരേ ഗ്യാപ്പ് വരുന്ന സംഖ്യകളാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഏതാ ഒരേ ഗ്യാപ്പ്? ഗുണിതങ്ങൾക്കെല്ലാം ഒരേ ഗ്യാപ്പാ. ഇപ്പൊ 4ന്റെ ഗുണിതങ്ങളെല്ലാം 4 വെച്ച് കൗണ്ട് ചെയ്തല്ലേ പോകുന്നത്. 4, 8, 12, 16. ഇനി 8ന്റെ ഗുണിതങ്ങളെല്ലാം 8 വീതം കൂടിക്കൂടിയല്ലേ പോകുന്നത്. 8, 16, 24, 32. അതുപോലെ 9ന്റെ ഗുണിതങ്ങളെല്ലാം 9 വീതം കൂടിക്കൂടിയല്ലേ പോകുന്നത്. 9, 18, 27. ഒരേ ഗ്യാപ്പുള്ള സംഖ്യകൾ ഇരട്ട സംഖ്യ 2 വീതം കൂടിക്കൂടിയാ പോകുന്നത്. ഒറ്റ സംഖ്യ 2 വീതം 1, 3, 5 2 വീതം കൂടിക്കൂടി പോകുന്നു. എണ്ണൽ സംഖ്യ 1 വീതം കൂടിക്കൂടി പോകുന്നു. 17, 18, 19. ഒരേ ഗ്യാപ്പുള്ള സംഖ്യകളാണ്. അവരുടെ ശരാശരി എന്ന് പറയുന്നത് നടുക്ക് വരും. ഇവിടെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം നടുക്ക് 27 വരുമെന്ന്. ഇനി നടുക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സംഖ്യകളൊക്കെയാണ് നടുക്കെടുക്കാൻ ബുദ്ധിമുട്ടാ. അപ്പൊ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയോടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. 9ഉം 45 കൂട്ടുമ്പോൾ 27. 27ന്റെ പകുതി 54. 54ന്റെ പകുതി 27 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇനി ഇത് ഒറ്റയടിക്ക് വേണേലും എഴുതാം. 9, 18, 27, 36, 45. ഇതാ 9ന്റെ 5 ഗുണിതങ്ങൾ. ഇവരുടെ ശരാശരി നടുക്ക് വരും. 5 പേരുടെ നടുക്കാര 27 എന്നും നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ എഴുതാം. ഇത് 5 സംഖ്യകൾ ഉണ്ടായത് കൊണ്ടാണ് നടുക്ക് നമുക്ക് എടുക്കാൻ പറ്റിയത്. ഇനി 9ന്റെ 5ാമത്തെ ഗുണിതത്തിന് പകരം 17ാമത്തെ ഗുണിതമോ 19ാമത്തെ ഗുണിതമോ ഒക്കെയാണ്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പ്രോപ്പർ രീതി ഞാൻ പറഞ്ഞ് 9ന്റെ ഗുണിതങ്ങൾക്കെല്ലാം ഒരേ ഗ്യാപ്പാ. എല്ലാ ഗുണിതങ്ങൾക്കും ഒരേ ഗ്യാപ്പാ. അവരുടെ ശരാശരി ഒരേ ഗ്യാപ്പാണെങ്കിൽ ശരാശരി നടുക്ക് വരും. നടുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ. ഇല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യയായ 9ഉം അവസാനത്തെ സംഖ്യയായ 45, ഏതാണോ അവസാനത്തെ സംഖ്യ അതുകൂടെ കൂട്ടിയിട്ട് പകുതി. 54ന്റെ പകുതി 27. ഓക്കെ ആണ്. ഇനി ഞാൻ പറഞ്ഞ ലോകത്തുള്ള കുറേ സംഖ്യകൾ തന്നിട്ട് അവരുടെ ശരാശരി കാണാൻ പറഞ്ഞ ആദ്യത്തേതും അവസാനത്തേതോ കൂട്ടിയിട്ട് പകുതി, അല്ലെങ്കിൽ നടുക്കൊന്നും പോയി എടുത്തു വെക്കരുത്. ഒരേ ഗ്യാപ്പുള്ള സംഖ്യകൾ. ഒരേ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇരട്ട, ഒറ്റ, എണ്ണൽ, ഗുണിതം ഇവർക്കൊക്കെ ഒരേ ഗ്യാപ്പാണ് എപ്പോഴും. അങ്ങനെയുള്ളതാണ് നടുക്ക് വരും. നടുക്കെടുക്കാൻ പറ്റിയില്ലേ ആദ്യമോ അവസാനോടെ കൂട്ടിയിട്ട് പകുതി നടുക്ക് അവിടെ എത്തും. ഓക്കെ ആണ്. ഇനി എൻ്റെ ക്ലാസ് സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഇതിന് വേറൊരു എളുപ്പവഴിയൂടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 9ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 9 എഴുതും. 5 ഗുണിതം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ കൂട്ടി 6 എഴുതും. ഇത് രണ്ടും കൂടെ ഗുണിച്ച് പകുതി എടുത്താലും ഉത്തരം കിട്ടും. 9, 3, 27. സ്ഥിരമായി എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഒരു ഷോർട്ട് കട്ടും കൂടെ മനസ്സിലുണ്ടാവും. ഗുണിതങ്ങളുടെ ശരാശരി കാണാൻ. അത് ഞാൻ ഇപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ 9ന്റെ ഗുണിതം ആയതുകൊണ്ട് 9 എടുത്തു. 5 ഗുണിതം എന്ന് പറഞ്ഞത് കൊണ്ട് ഒന്നുകൂടെ കൂട്ടി 6 എടുത്തു. ഇത് രണ്ടും കൂടെ ഗുണിച്ച് പകുതി എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഓർക്കാൻ പറ്റുന്നവരൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തത്. ഇനി ഇതില്ല, ഇത് മറന്നുപോയാൽ വിട്ടേക്കുക. എന്തായാലും ഇതിൽ ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം. 5, 15 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ലസാഗു 5, 15 എന്നീ സംഖ്യകളുടെ LCM കാണണം. LCM കാണാനുള്ള പ്രോപ്പർ രീതി ഞാനൊന്ന് കാണിക്കാം. ഈ 2 സംഖ്യകളെ ഏത് സംഖ്യകൾ കൊണ്ടുപോകും? 5 വെച്ച് പോകും. 2 സംഖ്യകൾ പോകുന്ന സംഖ്യ ഉണ്ടോ നോക്കുക. 5 വെച്ച് 2ഉം പറ്റും. 1, ഇത് 3. 5 വെച്ച് 2 സംഖ്യകളെ ഹരിച്ചു.
ഇനിയും ഈ രണ്ട് സംഖ്യകൾ പോകത്തില്ല. കാര്യം ഒരെണ്ണം ഒന്നായി. ഇനി എന്തേ ഉള്ളൂ? ഒന്നൂടെ ഉള്ളു 3 വെച്ച് ഹരിക്കുമ്പോൾ 2 ഒന്നായി മാറും. ഹരിക്കണമെന്നില്ല. അപ്പൊ ഇവരുടെ LCM എന്ന് പറഞ്ഞാൽ 5 ഗുണം 3. നമുക്ക് പറയാം LCM 15 ആണ്. ഒന്നൂടെ 5ന്റെയും 15ന്റെയും LCM കാണാൻ രണ്ട് സംഖ്യകളും ഒരുമിച്ച് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ നോക്കുക. 5 വെച്ച് 5നെ ഹരിക്കാം, 15നെ ഹരിക്കാം. 5 വെച്ച് 5നെ ഹരിച്ചാൽ 1, 15നെ ഹരിച്ചാൽ 3. ഇനി ഈ രണ്ട് സംഖ്യകളില്ല. ഒരു സംഖ്യ 3 വെച്ച്, ഇതെന്തായാലും ഒന്നായി, ഇനി നോക്കണ്ട. 3 വെച്ച് 3നെ ഹരിച്ചാൽ 2 ഒന്നായി. 5 ഗുണം 3 LCM നമുക്ക് മനസ്സിലായി 15. ഇനി LCMത്തിന്റെ ഷോർട്ട് കട്ട് അറിയാവുന്നവര് ഇത് ഇങ്ങനെ ഒന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യും. മക്കളെ 5, 15 ഇവരുടെ LCM കാണണം. അത്യാവശ്യം ചെറിയ സംഖ്യ ആണെങ്കിൽ LCM കാണാനായിട്ട് ഒരു ട്രിക്കുണ്ട്. ഇവിടുത്തെ വലിയ സംഖ്യ ആരാ നോക്കുക. 5, 15 വലിയ സംഖ്യ 15. 15നെ നമുക്ക് 5 കൊണ്ട്, മറ്റു സംഖ്യയായ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റുമെങ്കിൽ ഉറപ്പിച്ചോളുക ഇവരുടെ LCM 15 ആണ്. ഓപ്ഷൻ എ. നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ ക്ലാസ് കണ്ടിട്ടുള്ളവര്, അതുപോലെ LCMത്തിന് ഒരു ഷോർട്ട് കട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റിന്റെ ക്ലാസ് ആണ്. അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. 100% നിങ്ങൾക്ക് അത് പ്രയോജനമായിരിക്കും. അപ്പോൾ 5 അത്യാവശ്യം ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് LCM കാണാം. 5, 15 ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ വലിയ സംഖ്യ ആരാന്ന് നോക്കുക. 15. 15നെ മറ്റേ സംഖ്യയായ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പൂർണ്ണമായും പറ്റും. 3 15. പറ്റുമെങ്കിൽ വേറെ ആളെ തപ്പണ്ട. ഇവരുടെ LCM ഉറപ്പായിട്ടും 15 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സിലാലോചിക്കും, എടാ പറ്റാത്ത സംഖ്യകളും വരത്തില്ലേ? വരും. ആ ക്ലാസ് ഡീറ്റെയിൽ ആയി ഒന്ന് കണ്ടു നോക്ക്. 10-15 മിനിറ്റിന്റെ ക്ലാസ്സേ ഉള്ളൂ. സിമ്പിൾ ആണ്. അത്യാവശ്യം ചെറിയ സംഖ്യകൾക്കൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ നമുക്ക് LCM എടുക്കാൻ പറ്റും. അടുത്ത ചോദ്യം. 70 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയർ 3:7 എന്ന അംശബന്ധത്തിൽ 2 കഷ്ണങ്ങളാക്കുന്നു എങ്കിൽ വലിയ കഷ്ണത്തിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ് എന്നതാണ് ചോദ്യം. ഇതും പല രീതിയിൽ ചെയ്യാം. മക്കളെ 70 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയർ 3:7 എന്ന റേഷ്യോയിൽ വീതിക്കുന്നു. ഓക്കെ ആണ്. വലിയ കഷ്ണത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു 3:7 എന്ന് പറയുന്ന റേഷ്യോ പറയുമ്പോഴേ ഓർത്തോണം, എടാ മൊത്തം ഇവരെ 10 തുല്യ ഭാഗമാക്കി. അതിൽ 3 തുല്യ ഭാഗമാണ് ചെറുത്, 7 തുല്യ ഭാഗമാണ് വലിയത്. റേഷ്യോയുടെ കൺസെപ്റ്റ് അതാ. അപ്പൊ നിങ്ങൾ ആലോചിക്കും 10 എവിടെ വന്നു? മക്കളെ, ഒരു 70 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 2ആയിട്ട് കട്ട് ചെയ്തു 3:7 എന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3 7 10 തുല്യ ഭാഗമാണ് ഈ കയറെങ്കിൽ 3 തുല്യ ഭാഗം ആദ്യം, 7 തുല്യ ഭാഗം രണ്ടാമത്. അപ്പൊ മൊത്തം മക്കളെ 70 എന്ന് പറയുന്നത് 3 7 10 തുല്യ ഭാഗമാണ്. അപ്പൊ ഒരു ഭാഗം എത്രന്ന് ചോദിച്ചാൽ 70/10 7 മനസ്സിലാവും. ഒരു തുല്യ ഭാഗം 7. ചെറിയ കഷ്ണത്തിന്റെ നീളം 3 ഭാഗമാ. ഒരു ഭാഗം 7, 3 ഭാഗം 3 7 21. വലിയ കഷ്ണം എന്ന് പറഞ്ഞാൽ 7 ഭാഗമാ. ഒരു ഭാഗം 7, 7 ഭാഗം 7 7 49. വലുത് ചോദിച്ചാൽ 49, ചെറുത് ചോദിച്ചാൽ 21. നമ്മളോട് വലുതാ ചോദിച്ചേ 49. ഇങ്ങനെ ചെയ്യുന്നവരാ കൂടുതലും. ഒന്നുകൂടെ 7:3 എന്ന റേഷ്യോയിലാണ് വീതിച്ചത്. അപ്പോഴേ ഓർക്കുക 10 കഷ്ണമായിട്ട് 7 3 10 കഷ്ണമായി വീതിച്ചു. 3 കഷ്ണം ആദ്യവും 7 കഷ്ണം രണ്ടാമതും. കഷ്ണം നല്ല 10 ഭാഗം. 3 ഭാഗം ആദ്യം, 7 ഭാഗം. നമുക്കറിയാം മൊത്തം 70. 10 ഭാഗമാണ് 70. അപ്പൊ ഒരു ഭാഗം 70/10 7. ഒരു ഭാഗം 7 കിട്ടിയ ആദ്യ ഭാഗം 3 3 7 21. വലിയ കഷ്ണം 7 7 7 49. ഇങ്ങനെ ചിന്തിക്കാം.
ഇനി ചില ആളുകൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് 3:റേഷ്യോയിലായതുകൊണ്ട് ആദ്യ ഭാഗം 3x, രണ്ടാമത്തെ ഭാഗം 7x. എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ലടാ. മൊത്തം കയർ 70 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3x 7x കൂടെ ചേർത്ത് 10x ആണ് 70. അപ്പൊ x എന്ന് പറയുന്നത് 70/10 7. അങ്ങനെയാണ് വലിയ കഷ്ണം എന്ന് പറഞ്ഞാൽ 7x. x 7 ആണ്. 7x എന്ന് പറഞ്ഞാൽ 7 × 7 49. ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. മറ്റേതിൻ്റെ അകത്ത് ഞാൻ x ഒഴിവാക്കിയെന്നേ ഉള്ളൂ. സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, 3:7 ആണ്. അപ്പോ വലിയ കഷ്ണത്തിന്റെ റേഷ്യോ 7 ബൈ ടോട്ടൽ റേഷ്യോ 10 ഇൻറ്റു 70 ചെയ്താലും 7 49. ചെറിയ കഷ്ണം കാണാൻ ചെറിയ കഷ്ണത്തിന്റെ റേഷ്യോ 3 ബൈ ടോട്ടൽ റേഷ്യോ 10 ഇൻറ്റു 70 ചെയ്താലും ഈ പറയുന്ന ചെറിയ കഷ്ണത്തിന്റെ നീളം 21 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. ഇതെല്ലാം ബേസിക്കലി ഒന്ന് തന്നെയാ. നിങ്ങൾക്ക് ഏതാ ആ സമയത്ത് ചിന്തിക്കാൻ പറ്റുന്നേ, നിങ്ങൾക്ക് ഏതാ ഓക്കെ, ആ രീതിയിൽ ചെയ്തോളൂ. ആ സെറ്റാണ് അടുത്ത ചോദ്യം. ഒരു കമ്പനിയിലെ 5 ജോലിക്കാരുടെ ശമ്പളം യഥാക്രമം 7,500 രൂപ, 6,000 രൂപ, 7,000 രൂപ, 8,000 രൂപ, 6,500 രൂപ എന്നിങ്ങനെയാണ് എങ്കിൽ ആ കമ്പനിയിലെ ജോലിക്കാരുടെ ശരാശരി ശമ്പളം എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഈ കമ്പനിയിലെ ജോലിക്കാരുടെ ശരാശരി ശമ്പളമാണ് കാണേണ്ടത്. പിള്ളാരെ, ശരാശരി കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം തുക ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ എപ്പോഴും ശരാശരി കാണാൻ മൊത്തം തുക എത്രയാണോ അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എണ്ണം നമുക്ക് മനസ്സിലായി, 5 ജോലിക്കാരാ. അപ്പൊ എണ്ണം 5. അപ്പൊ തുക വേണം. തുക എന്ന് പറയുമ്പോ ഈ ശമ്പളങ്ങളെല്ലാം കൂട്ടണം. 7,500 6,000 13,500, 13,500 7,000 20,500. ഇനി 20,500 8,000 28,500, 28,500 6,500 34,500 35,000. 35,000 മക്കളെ ഇവരുടെ തുക. കൂട്ടി നോക്കുക. 5 പേരായതുകൊണ്ട് എണ്ണം 5. 35,000-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടും. 7,000. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, നോർമലി ശരാശരി കാണാൻ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. 5 ആളുകളുടെ ശരാശരി ശമ്പളമാണ്. അപ്പൊ 5 ആളുകളുടെ ആകെത്തുക ഇതെല്ലാം കൂട്ടുക. ഈ തുക ശമ്പളം എല്ലാം കൂട്ടിയപ്പോ 35,000. 5 ആളുകളുടെ എണ്ണം 5 തന്നെ. തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്തപ്പോൾ നമുക്ക് 7,000 കിട്ടി. ഉത്തരം ബി ആണ്. ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ. ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ ചോദ്യം, എല്ലാ ചോദ്യവും അല്ല, ഈ ചോദ്യം കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഇവരുടെ ശമ്പളം നമുക്കൊന്ന് ഓർഡറായിട്ട് എഴുതി നോക്കാം, ചെറുതിന്ന് വലുതിലേക്ക്. ഏറ്റവും ചെറിയ ആളുടെ ശമ്പളം 6,000. അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ ആളുടെ ശമ്പളം 6,500. അത് കഴിഞ്ഞിട്ടുള്ള ശമ്പളം 7,000. അത് കഴിഞ്ഞിട്ടുള്ളത് 7,500. അത് കഴിഞ്ഞിട്ടുള്ളത് 8,000. ഇതാണ് 5 പേരുടെ ശമ്പളം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയ. ഇവന്റെ ശരാശരിയാണ് നമുക്ക് വേണ്ടി. ഞാൻ മുമ്പേ പറഞ്ഞ ചോദ്യം ഈ ചോദ്യം തമ്മിലൊരു സാമ്യമില്ല. ഇവർക്കെല്ലാം ഒരേ ഗ്യാപ്പ് അല്ലേ? അല്ലോ ചോക്ക്, ഇവർക്കെല്ലാം 5,000 വീതം കൂടിയാ പോകുന്നത്. 6,000, 6,500, 7,000, 7,500, 8,000, 5,000 വീതം കൂടി പോവാ. ഒരേ ഗ്യാപ്പാണ്. അവരുടെ ശമ്പളം ശരാശരി എന്ന് പറയുന്നത് നടുക്കത്തെ അല്ലേ? അപ്പൊ ഈ 5 പേരുടെ നടുക്കത്തെ ആളെ എടുത്താ പോരെ? 5 പേരുടെ നടുക്ക് ആരാടാ മക്കളെ? 7,000 അല്ലേ? ഓപ്ഷൻ ബി അല്ലേ? ഇനി നടുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട്, ഇതെല്ലാവർക്കും നടുക്കെടുക്കാടാ.
നടുക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ് നടുക്ക് വരാനായിട്ട് ആദ്യവും അവസാനവും കൂട്ടിയിട്ട് പകുതി എടുത്താലും മതി. മുമ്പേ നമ്മൾ ചെയ്ത പോലെ 6000 8,000 കൂട്ടി 14,000. 14,000ന്റെ പകുതി എടുത്താലും നടുക്ക് വരും 7,000. കണ്ടോ? അപ്പോൾ എല്ലായിടത്തും നടക്കത്തില്ല. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവരുടെ ശമ്പളം ഒരു കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത, ഓർഡറിൽ അറേഞ്ച് ചെയ്യാത്ത ഒരേ ഗ്യാപ്പ് വരത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മുമ്പേ നമ്മൾ ചെയ്ത പോലെ തുക കാണുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒന്ന് ഓർഡറിൽ എഴുതിയ നമുക്ക് മനസ്സിലായി, ചെറുതൊട്ട് വലുത് വരെ എഴുതിയ ഇവർ ഒരേ ഗ്യാപ്പിലാണ് പോകുന്നത്. 5,000 വീതം കൂടി ഒരേ ഗ്യാപ്പാണ്. അവരുടെ ശരാശരി നടുക്ക് വരും. 5 പേരുടെ നടുക്ക് ദാണ്ട്. ഇനി നടുക്കെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ആദ്യവും അവസാനവും കൂട്ടിയിട്ട് പകുതി, അപ്പോഴും ഈ നടുക്ക് തന്നെയാ വരുന്നേ. 7,000. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന അളവുകളിൽ ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവ് ഏതാണ്? മക്കളെ, ഇത് വളരെ സിമ്പിളായ ചോദ്യമാണ്. മക്കളെ, മട്ട ത്രികോണത്തിന്റെ കർണം എന്ന് പറയുന്നത്, കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെ സ്ക്വയറും ലംബത്തിന്റെ സ്ക്വയറൂടെ കൂട്ടുന്നതിന് തുല്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മട്ട ത്രികോണത്തിന്റെ കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെ സ്ക്വയർ. ഇതാണ് ഒരു മട്ട ത്രികോണം. ഈ മട്ട ത്രികോണത്തിന്റെ കർണം എന്ന് പറഞ്ഞാൽ വലിയ വശം. ഈ കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെ സ്ക്വയറും ലംബത്തിന്റെ സ്ക്വയറൂടെ കൂട്ടുന്നതിനോട് തുല്യമാണ്. അപ്പൊ നിങ്ങളോട് എപ്പോഴെങ്കിലും മട്ടത്രികോണം ആവുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ വലിയ വശത്തിന്റെ സ്ക്വയർ എടുക്കുക. ചെറിയ വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ ആ വലിയ സ്ക്വയർ കിട്ടുമെന്ന് നോക്കുക. പറയുമ്പോൾ ഭയങ്കര ഒന്നുമില്ല. 3, 4, 5. ഇവിടെ വലിയതിന്റെ സ്ക്വയർ എത്രയാ? 25. ചെറിയ 2ന്റെ സ്ക്വയർ 16, ഇത് 9. ചെറിയ 2 സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലുത് കിട്ടുന്നുണ്ടോ നോക്കുക. 9, 16 കൂട്ടുമ്പോൾ 25 കിട്ടും. കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് മക്കളെ ഇതൊരു മട്ട ത്രികോണമാവും. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ മക്കളെ, മട്ട ത്രികോണത്തിന്റെ കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെ സ്ക്വയറും ലംബത്തിന്റെ സ്ക്വയറൂടെ കൂട്ടുന്നതിന് തുല്യം. ഏതൊരു മട്ട ത്രികോണത്തിന്റെ കർണമെന്ന് പറയുന്നത് എപ്പോഴും വലിയതായിരിക്കും. കണ്ടോ? അപ്പൊ വലിയത് കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ സ്ക്വയറുകൾ കൂട്ടുന്നത്. അപ്പൊ എപ്പോഴും വലിയതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ 2 സ്ക്വയറുകൾ കൂട്ടുന്നതിനോട് തുല്യമാണ്. അപ്പൊ നിങ്ങളോട് എപ്പോഴെങ്കിലും മട്ടത്രികോണത്തിന്റെ വശങ്ങളാവുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന വശങ്ങളുടെ സ്ക്വയർ എടുക്കുക. വലുതെന്തായാലും കർണമാ. വലിയ വശത്തിന്റെ സ്ക്വയർ ചെറിയ 2 വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ കിട്ടുമോ നോക്കുക. കിട്ടുമെങ്കിൽ അതൊരു മട്ടത്രികോണമാവും. 3, 4, 5. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. 25 ചെറിയ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ കിട്ടും മട്ടത്രികോണം. മറ്റേ കൂടെ ചുമ്മാ നോക്കാവേ. 1, 2, 3. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. ചെറിയ 2 സ്ക്വയറുകൾ കൂട്ടിയപ്പോൾ 5. വലിയ സ്ക്വയർ കിട്ടിയില്ല, മട്ടത്രികോണം അല്ല. അടുത്ത 5, 6, 7. 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49. ചെറിയ സ്ക്വയറായ 25ഉം 36 കൂട്ടുമ്പോൾ 51 വരുന്നത്, 49 അല്ല. 6, 7, 8. 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49 അല്ലേ? ഇത് 25 36 കൂട്ടുമ്പോൾ 61 വരുന്നത്, ഒരിക്കലും 49 അല്ല. ഞാൻ പറഞ്ഞോ മാറിപ്പോയത്. ഇനി അടുത്തത് 8ന്റെ സ്ക്വയർ 64, 36 49 കൂട്ടുമ്പോൾ ഒരിക്കലും 64 അല്ല വരുന്നത്, 70 85 വരും ഒരിക്കലും. അപ്പൊ വലിയ സ്ക്വയർ കിട്ടത്തില്ല. അപ്പോ ഈ കൂട്ടത്തിൽ മട്ടത്രികോണമാവാൻ സാധ്യതയുള്ളത് ഒന്നാമത്തേത് മാത്രമാണ്. അപ്പൊ മക്കളെ, നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും മട്ടത്രികോണത്തിന്റെ വശമാവുമോ എന്ന് ചോദിച്ചാൽ വലിയ വശത്തിന്റെ സ്ക്വയർ എടുക്കുക. ചെറിയ 2 വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ വശം കിട്ടുന്നുണ്ടോ നോക്കുക. വലിയ സ്ക്വയർ കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണ് മട്ടത്രികോണം. 3, 4, 5. 5ന്റെ സ്ക്വയർ 25. ചെറിയ 2 വശങ്ങൾ 9ഉം 16 സ്ക്വയർ എടുത്തപ്പോൾ കൂട്ടിയപ്പോൾ 25. വലിയ സ്ക്വയർ കിട്ടുന്നുണ്ട് മട്ടത്രികോണം. കാര്യം വലിയ സ്ക്വയർ, വലിയ വശം എന്ന് പറഞ്ഞ കർണത്തിന്റെ സ്ക്വയർ
പാദത്തിന്റെ സ്ക്വയറും ലംബത്തിന്റെ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ കിട്ടും. അപ്പൊ അങ്ങനെ മിക്കവാറും മട്ടത്രികോണത്തിന് വരുന്ന വശങ്ങളാ 3, 4, 5. വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചു. 6, 8, 10, 12, 5, 12, 13 ഇതൊക്കെ മിക്കവാറും കിട്ടും. 6, 8, 10 നോക്ക്. 6ന്റെ സ്ക്വയർ 36, 8ന്റെ സ്ക്വയർ 64, 10ന്റെ സ്ക്വയർ 100. 36, 64 കൂട്ടുമ്പോൾ 100 കിട്ടും. 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 169. 13ന്റെ സ്ക്വയറും എന്ത് തന്നെ 169. അപ്പൊ വലിയ സ്ക്വയർ ചെറിയ 2 സ്ക്വയറുകളുടെ കൂട്ടുമ്പോൾ കിട്ടിയാൽ മട്ടത്രികോണമാവും. ഓക്കെ, അടുത്ത സാധാരണ പലിശയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 8250 രൂപ സാധാരണ പലിശ രീതിയിൽ 5 വർഷം നിക്ഷേപിച്ചപ്പോൾ പലിശയായി 2475 രൂപ കിട്ടിയെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്രയാണ്? അതായത് സാധാരണ പലിശയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സാധാരണ പലിശ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാനലിൻ്റെ അകത്ത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചതാണ്. അതായത് 6 ചോദിച്ചേക്കുന്നത്. മക്കളെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ 100 × I ഡിവൈഡഡ് ബൈ PN എന്ന് കൊടുത്താൽ മതി. 100 × I ഡിവൈഡഡ് ബൈ PN എന്ന് കൊടുത്താൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ മൊത്തം ഞാനൊന്ന് പറയാം. മക്കളെ, സാധാരണ പലിശയുടെ നോർമൽ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. അതായത് സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ PNR ഡിവൈഡഡ് ബൈ 100. I ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. ഇതിൽ I ഒഴിച്ച് ബാക്കി എന്ത് ചോദിച്ചാലും 100 × I എന്ന് മേളി കൊടുക്കുക, ബാക്കി താഴെ ഒന്നുമില്ല. ഇവിടെ P ചോദിച്ചെന്നിരിക്കട്ടെ, P. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 100 × I എന്ന് മേളി കൊടുക്കുക, P ഒഴിച്ച് ബാക്കിയുള്ള N-ഉം R-ഉം താഴെ. ഇനി ഇവിടെ N ചോദിച്ചെന്നിരിക്കട്ടെ, വർഷം. 100 × I എന്ന് മേളി കൊടുക്കുക, ബാക്കിയുള്ള P-യും R-ഉം താഴെ. ഇക്വേഷനിൽ ബാക്കിയുള്ള P-യും R-ഉം താഴെ. ഇനി R ചോദിച്ചെന്നിരിക്കട്ടെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6. നമ്മൾ 100 × I എന്ന് മേളി കൊടുക്കുക, ബാക്കിയുള്ള P-യും N-ഉം താഴെ. കണ്ടോ? ഇങ്ങനെ ഈ ഇക്വേഷൻ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. സാധാരണ പലിശ I ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100 ആണ്. ബാക്കി P-യോ N-ഓ R-ഓ ചോദിച്ചോട്ടെ, 100 × I എന്ന് മേളി കൊടുക്കുക. N ചോദിച്ചാൽ P-യും R-ഉം താഴെ. R ചോദിച്ചാൽ 100 × I ഡിവൈഡഡ് ബൈ P-യും N-ഉം താഴെ. N പിന്നെ P ചോദിച്ചാൽ 100 × I മേളി, ബാക്കിയുള്ള N-ഉം R-ഉം താഴെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ പലിശ നിരക്കാണ്. സാധാരണ പലിശയുടെ ചോദ്യമാണ്. 8250 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്, 5 വർഷം നിക്ഷേപിച്ചിട്ടുണ്ട്, 2475 രൂപ പലിശയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണണം. പരീക്ഷ ഹോളിൽ ഇരുന്ന് ആലോചിക്കുക. 6 കാണാൻ 100 × I മേളി കൊടുക്കുക, ബാക്കി 6 ഒഴികെ ബാക്കിയുള്ള P-യും N-ഉം താഴെ. I നമുക്കറിയാം പലിശ 2475 ഇൻട്രസ്റ്റ്. P നമുക്കറിയാം പ്രിൻസിപ്പൽ മുതൽ നമുക്കറിയാം 8250. N വർഷം 5, അതങ്ങോട്ട് കൊടുക്കുക. 100 × I 2475 ബൈ P മുതൽ 8250 ഗുണം N വർഷം. വെട്ടാൻ പറ്റുന്ന N വർഷം, വർഷം 5. ഈ 0 ഇവിടെ പോയി. ഇനി 2475-നെ 5-ഉം ഇവിടെ 5 വന്നുകൊണ്ട് 5 വെച്ച് വെട്ടാം. 5 5 താഴെ മേളിൽ 2475-നെ 5 വെച്ച് ഹരിക്കുക. 5 വെച്ച് 5-നെ ഹരിച്ചപ്പോൾ 1 വന്നു. 24-ൽ 5 എത്ര പ്രാവശ്യം? I 4 20 47 വരുമ്പോൾ 5 9 45 495 വന്നു. ഇനി ഇവിടെയും 5 വന്നത് കൊണ്ട് നമുക്ക് 5-നെ 495-നെയും 825-നെയും ഹരിക്കാം. 5 വെച്ച് ഇവരെ ഹരിച്ചാൽ 5 9 45 99 വന്നു. 825-നെ 5 വെച്ച് ഹരിച്ചാൽ 5 5, ബാക്കി 32 ആവുമ്പോൾ 6 വന്നു. 32 ആവുമ്പോൾ 6 വന്നു, ബാക്കി 165 കിട്ടും.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? 10ഉം 165ഉം 5 വെച്ച് വെട്ടിയാൽ ഇത് 2 ആവും. ഇവനെ വെട്ടുമ്പോ I 3 15, ബാക്കി 33 വന്നു. ഇനി 33ന്റെ 3 മടങ്ങാണ് 99. 33 66 99. 3 ഗുണം 2 നമ്മുടെ ഉത്തരം 6% എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഞാൻ ആ വെട്ടിയത് ഒന്നുകൂടെ കാണിക്കാം. 100 ഇൻറ്റു I എന്ന് പറഞ്ഞാൽ 2475, P എന്ന് പറഞ്ഞാൽ മുതൽ 8250, N എന്ന് പറഞ്ഞാൽ വർഷം. ഈ 0 അവിടെ പോവും. ചിലർ പെട്ടെന്ന് എഴുതും 2475 8250 3 പ്രാവശ്യം ഉള്ളൂ. താഴെയുള്ള ഒറ്റയടിക്ക്. അങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇനി 805ഉം 2475 കൂടെ വെട്ടിയ മേളിൽ 5നെ 5 വെച്ച് ഹരിച്ചാൽ 1, ഇവനെ വെട്ടുവാണെങ്കിൽ 404 വരും, 95 വരും. ഇനി 495ഉം 825ഉം കൂടെ 5 വെച്ച് താഴെ മേളിലും ഹരിച്ച ഇത് 99 ആവും, ഇത് 165 ആവും. 10ഉം 165ഉം 5 വെച്ച് താഴെ മേളിലും ഹരിച്ചാലോ ഈ 5 10, ഇത് 33 ആവും. മക്കളെ 33 ഗുണം 3 ആണ് 99. 33 വെച്ച് താഴെ മേളിലും വെട്ടി 2 6% എന്ന് പറയാം. നിങ്ങൾക്ക് ഇതല്ല ആ സമയത്ത് വേറെ 10ഉം 825 കൂടാണ് വെട്ടാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ വെട്ടിക്കോളാം. താഴെ മേളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെയാണ്. അപ്പൊ 6 കാണാൻ 100 ഇൻറ്റു I എന്ന് മേളിൽ കൊടുക്കുക, ബാക്കിയുള്ള Pയും Nഉം താഴെ കൊടുക്കുക, സെറ്റ് ആവുക. ഇനി ഞാൻ ആ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചിലർ ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല, ഇക്വേഷൻ ആയിരിക്കത്തില്ല, അല്ലാതെ ചെയ്യും. 5 കൊല്ലം കൊണ്ട് 2475 രൂപ പലിശ കിട്ടി. അപ്പോൾ ഒരു കൊല്ലത്തെ പലിശ എന്ന് പറയുന്നത് സാധാരണ പലിശ എല്ലാ കൊല്ലവും ഒന്ന് തന്നെ ആയതുകൊണ്ട് 5 കൊല്ലം കൊണ്ട് 2475 ആണെങ്കിൽ ഒരു കൊല്ലത്തെ പലിശ എന്ന് പറയുന്നത് 2475/5 495 ആണ് എന്ന് മനസ്സിലാവും. ഒരു കൊല്ലം 8250 രൂപയ്ക്ക് 495 രൂപ പലിശ കിട്ടും. അപ്പൊ പലിശ നിരക്ക് കാണാൻ 8250 രൂപയ്ക്ക് 495 രൂപ പലിശ കിട്ടും. 8250ന്റെ എത്ര ശതമാനമാണ് 495 എന്ന് കണ്ടുപിടിക്കും. അങ്ങനെയും ചിന്തിക്കാം ലോജിക്കലി. 5 കൊല്ലം 2475, അപ്പോൾ ഒരു കൊല്ലം 495. അപ്പോൾ 8250 രൂപ ഇട്ട 495 രൂപ പലിശ കിട്ടും. 8250ന്റെ എത്ര ശതമാനമാണ് 495 എന്ന് കിട്ടിയാലും ഈ പറയുന്ന 6% എന്ന് വരും. ഇങ്ങനെ ലോജിക്കലി ചിന്തിക്കുന്നവരുണ്ട്. നമുക്ക് ഏതാണോ ആ ഒരു സമയം സെറ്റ് അതങ്ങ് ചെയ്താൽ മതി. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. 4/5 പ്ലസ് 2/3യുടെ വില എത്ര എന്നതാണ് അടുത്ത ചോദ്യം. നമുക്ക് ആ ചോദ്യം ഒന്ന് എഴുതാം. 4/5 പ്ലസ് 2/3 ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിളായ ചോദ്യം. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ചില ആളുകൾ ഛേദത്തിൻ്റെ, അതായത് ഇവിടുത്തെ ഛേദം 5 ആണ്, ഇവിടുത്തെ ഛേദം 3 ആണ്. ഛേദത്തിൻ്റെ എൽസിയം എടുക്കും 5ഉം 3ഉം, എൽസിയം 15 ആണ്. ആ 15 താഴെ എഴുതും. എന്നിട്ട് ഓരോ ടേമിനെയും 4/5നെയും 2/3യെയും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മേളിൽ എഴുതും. അല്ലെ 5 15 ആവാൻ 3 കൊണ്ട് ഈ 3 മോളി, 3 15 ആവാൻ 5 കൊണ്ട് ഈ 5, അങ്ങനെയൊക്കെ ചെയ്യാം. അതിനേക്കാളും സിമ്പിളായി 2 ഭിന്നസംഖ്യകളെ ഉള്ളുവെങ്കിൽ അത് കൂട്ടാനായാലും കുറയ്ക്കാനായാലും ക്രോസ് ചെയ്താൽ മതി. 4 ഗുണം 3 12, ഇടയ്ക്കത്തെ പ്ലസ് ഇട്ടു. 2 ഗുണം 5 10 ഡിവൈഡഡ് ബൈ 5 ഗുണം 3 15. ഇത്രയേ ഉള്ളൂ. 12ഉം 10 കൂടെ കൂട്ടിയ 22 ആണ്. 22/15 ആണ് നമ്മുടെ ഉത്തരം. 22/15 ഓപ്ഷൻ എയിലുണ്ട്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇൻ കേസ് ഈ 22/15 ഓപ്ഷൻ്റെ അകത്ത് കണ്ടില്ലെങ്കിൽ ഉറപ്പിച്ചോളുക, ഒന്നുകിൽ അവരതിനെ ചെറുതാക്കാൻ പറ്റില്ല, ചെറുതാക്കിയതാവാം, അതല്ല എങ്കിൽ മിക്സഡ് ആക്കിയതാവാം. മോളിൽ വലിയ സംഖ്യയാണെങ്കിൽ എപ്പോഴും മിക്സഡ് ഫ്രാക്ഷൻ എഴുതാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മിക്സഡ് അല്ല, ഞാനൊരു കണ്ടീഷൻ പറഞ്ഞതേ ഉള്ളൂ. 22/15
മിക്സഡ് ആക്കി 1/7/15 എന്ന് എഴുതാനുള്ള സാധ്യതയുമുണ്ട്. മേളിൽ വലിയ സംഖ്യ ആണെങ്കിൽ മിശ്രഭിന്നം വരാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ മിശ്രഭിന്നം അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണ്. അപ്പോൾ ഒന്നുകൂടെ, രണ്ട് ഭിന്നസംഖ്യകൾ മാത്രമേ ഉള്ളൂ. അത് കൂട്ടാനോ കുറയ്ക്കാനോ, രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടാനോ കുറയ്ക്കാനോ ആണെങ്കിൽ 4 × 3 ആദ്യം 12, ഇടയ്ക്കത്തെ പ്ലസ് ഇട്ടു 2 × 5 10 ഡിവൈഡഡ് ബൈ 5 × 3 15, 12ഉം 10ഉം കൂടെ കൂട്ടിയായി 22, 22/15 സെറ്റാണ്. അടുത്ത ചോദ്യം. അടുത്തത് ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 15.75 മൈനസ് 10.32 പ്ലസ് 14.55 വില എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, ഇത് ഒന്നുമില്ല, ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ അങ്ങ് ചെയ്താൽ മതി. ആദ്യം ഒരു മൈനസും പിന്നെ ഒരു പ്ലസും ആണ്. അപ്പോൾ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ, അതായത് 15.75 നിന്ന് 10.32 കുറച്ചിട്ട് അത് 14.55 കൂട്ടിയാൽ മതി. അപ്പൊ സ്വാഭാവികമായും നിങ്ങളിൽ കുറച്ചു പേർ ആലോചിക്കും, ബോർഡ് മാസ് പ്രകാരം ആദ്യം അഡീഷൻ അല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ സബ്ട്രാക്ഷൻ വരുന്നത്, അങ്ങനെ ചിന്തിക്കും. ആദ്യം ബോർഡ് മാസിൻ്റെ അകത്ത് ബോർഡ് മാസ് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ കൂട്ടിയിട്ടല്ലേ കുറയ്ക്കണ്ടേ. 100% അത് ശരിയാണ്. പക്ഷെ നമ്മൾ കൂട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്റെ സിമ്പൽ നമ്മൾ നോക്കത്തില്ല, പ്രത്യേകിച്ച് പരീക്ഷാ ഹോളി. നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, 10.32 14.55 കൂടെ കൂട്ടും. അത് തെറ്റാ. കാര്യം ഇത് -10.32 പ്ലസ് 14.55 എന്നുള്ള രീതി നമ്മൾ പരീക്ഷാ ഹോളി ആ ഒരു ടെൻഷനിൽ ഓർക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോർഡ് മാസിന്റെ ക്ലാസ്സിലും പറയാറുള്ളതാണ്, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ അങ്ങ് ചെയ്തു പോയാൽ മതി. ഒന്നുകൂടെ പറയുന്നു, കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉണ്ടാവൂ. കൂട്ടാനും കുറയ്ക്കാനും മാത്രം. ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരറ്റത്തും നമുക്ക് തുടങ്ങാം. 15.75 മൈനസ് 10.32. നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ കുറയ്ക്കാം. 5ൽ നിന്ന് 2 പോയാൽ 3 ആണ്, 7ൽ നിന്ന് 3 പോയാൽ 4 ആണ്, 5ൽ നിന്ന് 0 പോയാൽ 5 ആണ്, 1ന്റെ കൂടെ 1 പോയാൽ 0 ആണ്. അപ്പം നമുക്ക് മനസ്സിലായി 5.43. അപ്പൊ ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് 5.43 കിട്ടി. ഇനിയും ഈ 5.43 14.55 കൂടെ അങ്ങോട്ട് കൂട്ടുക. 3 5 8 ആണ്, 5 4 9 കൂട്ടുമ്പോൾ 5 4 9 കൂട്ടുമ്പോൾ 1. നമ്മുടെ ഉത്തരം 19.98 ആണ്. 19.98 ഓപ്ഷൻ ഡി ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോവാം. അപ്പൊ ആദ്യം ഇത് രണ്ടോടെ കുറച്ചു, 5.43 കിട്ടി. 5.43ന്റെ കൂടെ 14.55 കൂട്ടി ഇത് ഉത്തരം വന്നു. ഇനി ദശാംശ സംഖ്യകൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിന്റുകൾ എപ്പോഴും ഒരേ നിരയിലായിരിക്കണം. ഒരേ നിരയിൽ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ, കൂട്ടാനായാലും കുറയ്ക്കാനായാലും പോയിന്റുകൾ എപ്പോഴും ഒരേ നിരയിൽ വരും എന്നൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 2025 2025 റൂട്ട് കാണണം. മക്കളെ, രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. നിങ്ങളെ ഞാൻ കറക്റ്റായിട്ട് റൂട്ട് എടുക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്, റൂട്ട് എടുക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് രണ്ടും പറയാം, നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് ചെയ്യാം. 2025 റൂട്ട് മിക്കവാറും എല്ലാവർക്കും ഏകദേശം ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണും. 2025 നമ്മൾ പ്രൈം നമ്പർ വെച്ച് ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം നമ്പർ അതായത് മറ്റു ഘടകങ്ങളില്ലാത്ത 2 3 5 7 ഇങ്ങനെയുള്ള പ്രൈം നമ്പറുകൾ ഉപയോഗിച്ച് അഭാജ്യ സംഖ്യകൾ 2 3 5 7 11 ഇങ്ങനെ. അപ്പോൾ 5 വന്നുകൊണ്ട് ലാസ്റ്റിൽ 5 കൊണ്ട് ഘടകക്രിയ ചെയ്യാം. ഘടകക്രിയ ചെയ്യാന്ന് പറഞ്ഞാൽ ഹരിക്കുക, അത്രേ ഉള്ളൂ. I4 20 2 താത്തിറക്കുമ്പോൾ പറ്റാത്തത് കൊണ്ട് 405 എന്ന് വരും. കാര്യം 2025 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 405 കിട്ടി. വീണ്ടും ഇവനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 അവസാനിക്കുന്നുണ്ട്.
81 എന്ന് വന്നു. വീണ്ടും 5 കൊണ്ട് പറ്റത്തില്ല. വീണ്ടും നമുക്ക് അവരെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 വന്നു. അപ്പൊ കുറച്ചു പേരെ 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. 9 വന്നു. 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. 3 വന്നു. 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. 1 വന്നു. മക്കളെ, പ്രൈം നമ്പറുകൾ മാത്രം ഉപയോഗിച്ച് ഘടകക്രിയ ചെയ്ത് ഹരിച്ച് 1-ലെത്തിച്ചു. അപ്പൊ കുറച്ചു പേര് ചിന്തിക്കില്ല, ഞാൻ 27 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താലോ കുഴപ്പമൊന്നുമില്ല, പിന്നീട് അതിനെ പ്രൈമാക്കി മാറ്റേണ്ടി വരും. അതിലും നല്ലത് അഭാജ്യ സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് താഴെ വരെ ചെയ്ത് പിന്നെ അല്ലെങ്കിൽ വീണ്ടും അതിനെ ഘടകക്രിയ ചെയ്യേണ്ടി വരും. ഇനി ചിലരെ മനസ്സ് ചിന്തിക്കും, എടാ ഞാൻ ആദ്യം 3 കൊണ്ട് പിന്നെ 5 കൊണ്ട്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സൗകര്യം ഉള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്രൈം ആവണം. അപ്പൊ 2025-നെ 5 കൊണ്ട് ഹരിച്ചു 405, വീണ്ടും 5 കൊണ്ട് ഹരിച്ചു 81, 3 കൊണ്ട് ഹരിച്ചു 27, 3 കൊണ്ട് ഹരിച്ചു 9, 3 കൊണ്ട് ഹരിച്ചു 3, 3 കൊണ്ട് ഹരിച്ചു 1. അപ്പോ 2025-നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2025-നെ 5 ഗുണം 5 ഗുണം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 എന്ന് എഴുതാം. ഓക്കെ ആണോ? 5 ഗുണം 5 ഗുണം 3 ഗുണം 3 ഗുണം 3 ഗുണം 3 ഇങ്ങനെ എഴുതാം. ഓക്കെ ആണ്. ഇനി റൂട്ട് എടുക്കുമ്പോൾ 2 5-ന് പകരം 1 5 വെളിയിലേക്ക് കൊണ്ടുവരിക. 5 ഗുണം 5 എന്ന് പറഞ്ഞാൽ 5-ന്റെ സ്ക്വയറാ. അപ്പൊ അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 5. 2 3-ന് പകരം 1 3 വെളിയിലേക്ക് കൊണ്ടുവരിക. 2 3-ന് പകരം 1 3 വെളിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഇവരുടെ റൂട്ട്. 5 ഗുണം 3 15, 15 ഗുണം 3 45 സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഒന്നുകൂടെ റൂട്ട് എടുക്കുമ്പോ 2 5-ന് പകരം 1 5 ഇൻഡോ 2 3-ന് പകരം 1 3 ഇൻഡോ 2 3-ന് പകരം 1 3, ഒരു ജോഡിക്ക് പകരം 1. കാര്യം 2 പ്രാവശ്യം വരിക എന്ന് പറഞ്ഞാൽ സ്ക്വയറാ. റൂട്ട് എടുക്കുമ്പോൾ 1, ജോഡിക്ക് പകരം 1. 2 5-ന് പകരം 1 5, 2 3-ന് പകരം 1 3, 2 3-ന് പകരം 1 3. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ 45. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരും, എടാ 2 എണ്ണം ഇല്ല, ജോഡിയായിട്ടില്ല, 1 ഉള്ളുവെങ്കിൽ അത് റൂട്ടിൻ്റെ അകത്ത് ഇടണം. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൻ്റെ വർഗവും വർഗമൂലത്തിൻ്റെയും നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. 3-ാമത്തെ പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ സാധനം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ 45 ഉത്തരം. ഇനി ഇതിന് ഒരു എളുപ്പ വഴിയും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും കൂടെ ഓർക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഒരു റിവിഷന് വേണ്ടിയിട്ട് ഞാൻ ആ എളുപ്പ വഴിയൂടെ പറയാം. റൂട്ട് ഓഫ് 2025 സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനെ 2 കട്ട് ചെയ്യുക. 2025 ലാസ്റ്റിൽ 5 വന്നെങ്കിൽ ഉറപ്പിച്ചോളുക അത് 5-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. കാര്യം 5-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 5-ന്റെ സ്ക്വയർ 25 5-ൽ. ഇനിയും 15-ന്റെ സ്ക്വയർ 225, ലാസ്റ്റിൽ 5. ഇനിയും 25-ന്റെ സ്ക്വയർ 625, ലാസ്റ്റിൽ 5. അപ്പൊ ലാസ്റ്റിൽ 5-ൽ അവസാനിക്കുന്ന ഒരു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിന്റെ അറ്റത്തും 5 ആയിരിക്കും. ഇനി പുറകിലോട്ട് നോക്കുമ്പോൾ 2 കട്ട. അതിൽ ആദ്യത്തെ കട്ട് 5 വന്നു, 20 വന്നു. 20-ന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാന്ന് നോക്കുക, 16. 20-ന് മുമ്പ് കൃത്യമായി റൂട്ട് എടുക്കാൻ പറ്റുന്നത് ആരാ, 16. 16-ന്റെ റൂട്ട് 4, 45. ഇങ്ങനെ ഒരു ഷോർട്ട് കട്ടും കൂടെ ഉണ്ട്. അത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ പാർട്ട് 4-ൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എളുപ്പവഴി എന്ന് പറഞ്ഞുകൊണ്ട്. ഒന്നുകൂടെ 2025-നെ ഞാൻ 2 കട്ട് ചെയ്തു, 20 25. 5-ൽ അവസാനിക്കുന്ന ഒരു സ്ക്വയർ ആണെങ്കിൽ അതിന്റെ റൂട്ടും 5-ൽ അവസാനിക്കും, 5. ഇനി അതിന്റെ ഈ 2 നോക്കണ്ട, ഇവന് വിലയില്ല. എപ്പോഴും നമ്മൾ ആ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. 5-ൽ അവസാനിക്കുന്ന സ്ക്വയർ ആണെങ്കിൽ അതിന്റെ റൂട്ടും 5-ൽ അവസാനിക്കും. ഇനി ഈ 2 നോക്കണ്ട. ഇനി പുറകോട്ട് വരുമ്പോൾ 20 അടുത്ത ഡിവിഷനിൽ 20-ന് മുമ്പുള്ള പൂർണ്ണവർഗം റൂട്ട് എടുക്കാൻ പറ്റുന്ന സംഖ്യ 16. 16-ന്റെ റൂട്ട് 4. നമ്മുടെ ഉത്തരം 45 സെറ്റ്. അടുത്ത ചോദ്യം, 150-ന്റെ സ്ക്വയറെ മൈനസ് 50-ന്റെ സ്ക്വയറിന്റെ വില എത്ര എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളായ ചോദ്യമാണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. 150-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ
15ന്റെ സ്ക്വയർ 225 150 22,500 വരും. 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 5ന്റെ സ്ക്വയർ 2,500. 22,500 നിന്ന് 2,500 കുറയ്ക്കുമ്പോൾ നമ്മുടെ ഉത്തരം 20,000 എന്ന് വരും. വളരെ സിമ്പിളായ ചോദ്യം ആയതുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റി? ഒന്നുകൂടെ, 150ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ 225. ഒരു സ്ക്വയർ എടുക്കുമ്പോൾ ഒരു പൂജ്യത്തിന് പകരം 2 പൂജ്യം, അപ്പോൾ 22,500. 50ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5ന്റെ സ്ക്വയർ 25. സ്ക്വയർ എടുക്കുമ്പോൾ ഒരു പൂജ്യത്തിന് പകരം 2 പൂജ്യം, 2,500. 22,500 മൈനസ് 2,500 ചെയ്യുമ്പോൾ 20,000 എന്ന് ഉത്തരം കിട്ടും. ഇനി മക്കളെ, ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. ഇത് ശരിക്കും ഉദ്ദേശിക്കുന്ന ഐഡന്റിറ്റീസ് വെച്ച് ചെയ്യാനാണ്. സർവസമവാക്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. എ പ്ലസ് ബി, എ മൈനസ് ബി, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്, എ മൈനസ് ബി ദ ഹോൾ ക്യൂബ്, ഇങ്ങനെയുള്ള സർവസമവാക്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വെച്ച് ചെയ്യാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ ചോദ്യം സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് അല്ലാതെയും ചെയ്യാം. മക്കളെ, 150നെ നമ്മൾ എ എന്നും കേട്ടോണം, 50നെ നമ്മൾ ബി എന്നും വിളിച്ചാൽ ഈ സാധനം എന്തുവാ? ഇത് എ സ്ക്വയർ മൈനസ് ഇത് ബി ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയത്. കാര്യം 150ന്റെ സ്ക്വയർ എയുടെ സ്ക്വയർ മൈനസ് 50ന്റെ സ്ക്വയർ ബിയുടെ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഐഡന്റിറ്റി ഒന്നുറക്കെ പറഞ്ഞ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ എ 150, ബി 50. 150 പ്ലസ് 50 ചെയ്താൽ നമുക്ക് 200 എന്ന് കിട്ടും. മൈനസ് എ മൈനസ് ബി 150 മൈനസ് 50 ചെയ്ത ഈ പറയുന്ന പോലെ, സോറി മൈനസ് അല്ല ഇൻറ്റു, 150 മൈനസ് 50 ചെയ്ത നമുക്കറിയാം 100. 200 ഗുണം 100, നമ്മുടെ ഉത്തരം 20,000. സെറ്റല്ലേ? ഒന്നുകൂടെ ചെയ്യാം. 150ന്റെ സ്ക്വയർ, 150നെ നമ്മൾ എ എന്നും 50നെ നമ്മൾ ബി എന്നും വിളിച്ചാൽ ആദ്യത്തേത് പിള്ളേരെ എ സ്ക്വയർ മൈനസ് 50 ബി ആയതുകൊണ്ട് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 150, ബി എന്ന് പറയുന്നത് 50. 150 പ്ലസ് 50 200 ഇൻറ്റു 150, ഇത് 50. 150 മൈനസ് 50 100. 200 ഗുണം 100, നമ്മുടെ ഉത്തരം 20,000. 20,000. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോട്ടാക്കിയിട്ടുണ്ട്, ചെയ്തു പഠിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വളരെ സിമ്പിളായ ഒരു എക്സാം ആയിരുന്നു ഇത്. സിലബസ് പ്രകാരം നോക്കുമ്പോൾ സിലബസിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ഒന്നും വെളിയിൽ നിന്ന് വന്നിട്ടില്ല. വളരെ സിമ്പിളായ ഒരു എക്സാം ആയിരുന്നു. ഇനി വരാൻ പോകുന്ന LP-UP എക്സാം എഴുതാൻ പോകുന്നവരോട് ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് വളരെ സിമ്പിളായ ഒരു എക്സാമാണ്, മനസ്സിലായി? അപ്പോൾ ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം നല്ല പാടായിട്ടേ വരൂ എന്ന് കരുതി തന്നെ പഠിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ UP-യുടെ എക്സാം നല്ല ടൈറ്റ് ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഒരു NCA-ൻ്റെ എക്സാം നടന്നിട്ടുണ്ട്, അതും ഇച്ചിരി ടൈറ്റ് ആയിരുന്നു. ഒരു SCRT-യിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടമാനം വന്നിട്ടുണ്ട്. ഇതിൽ അത്രയൊന്നുമില്ല, നല്ല സിമ്പിളായ ഒരു എക്സാം ആയിരുന്നു ഇത്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനമാണ് 100%. പക്ഷേ ഇത്രയും എളുപ്പമുള്ള ചോദ്യങ്ങൾ വരത്തില്ല എന്ന് കരുതി തന്നെ പഠിക്കുക. വന്നാൽ നമ്മുടെ ഭാഗ്യം, മനസ്സിലായോ? അല്ല ഇച്ചിരി പാടായിരിക്കും എക്സാം എന്ന് കരുതി തന്നെ പഠിക്കുക. അപ്പോൾ എങ്ങനെ ചോദ്യം വന്നാലും എങ്ങനെ വന്നാലും നമ്മൾ ആ ഒരു പ്രിപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ ഇച്ചിരി ടൈറ്റായ ഒരു ചോദ്യ പേപ്പർ ആണെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിരിക്കും. നമുക്ക് നല്ല കോൺഫിഡൻസോടെ എഴുതാനായിട്ടും പറ്റും. അപ്പോൾ ഇതേപോലെ LP-UP-യുടെ മുൻവർഷങ്ങളിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറിന്റെ വിശകലനം ഈ ചാനലിൽ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരും. അതൊക്കെ കാണുക, മാക്സിമം പ്രയോജനപ്പെടുത്തുക. തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.